വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി കൂടി നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഇപ്പോൾ കേരള ഹൈക്കോടതി ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. അതായത് ശബരിമലയിൽ ഈ തീർത്ഥാടന കാലത്ത് മുന്നൊരുക്കങ്ങൾ പാടെ പാളിയിരിക്കുന്നു എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു. വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നൽകുകയാണ്. മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത് ഒരു ഉത്സവം നടത്തുന്ന ലാഘവത്തോടു കൂടിയാണോ മണ്ഡലകാലത്തെ നിങ്ങൾ വരവേൽക്കുന്നത് എന്ന വളരെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിരിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് വിജയ് തമ്പി? സ്വാമി ശരണം. സത്യം പറഞ്ഞാൽ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ചാനലുകളിൽ കാണുന്ന വിഷ്വൽസ് കാണുമ്പോൾ വളരെയധികം ഭയാനകവും സങ്കടകരവുമാണ്. കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രായമായ സ്ത്രീകളും പ്രായമായ പുരുഷന്മാരും ഉൾപ്പെടെ ആൾക്കാർ മണിക്കൂറുകളോളം ദിവസങ്ങളോളം എന്ന് പറയാം, മണിക്കൂർ കഴിഞ്ഞ് ദിവസത്തിലേക്ക് കടന്ന് ആ രീതിയിൽ ക്യൂ നിൽക്കുക. അവർക്ക് കുടിവെള്ളമില്ല, ശൗചാലയ സൗകര്യമില്ല. എന്ത് കഷ്ടമാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. ഇതൊന്നും ഒരു ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ലോ. കഴിഞ്ഞ മണ്ഡലകാലത്തും അതിന്റെ മുമ്പുള്ള മണ്ഡലകാലത്തും എല്ലാം ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കൃത്യമായ ചില അജണ്ടകൾ നടപ്പാക്കുകയാണ്. കാര്യം ഇന്നലെ തന്നെ ഒരുപാട് ഭക്തർ ശബരിമലയിൽ എത്തിയിട്ട് ശബരിമലയിൽ എത്താൻ കഴിയാതെ, നിലയ്ക്കൽ എത്താൻ കഴിയാതെ പന്തളത്ത് പോയി മാല ഊരി അവിടുന്ന് ദർശനം നടത്തി പോകുന്നവരുണ്ട്. അതുപോലെ നിലയ്ക്കൽ തിരിച്ചു പോകുന്നവരുണ്ട്. അവരെല്ലാം എന്ത് സങ്കടകരമായിട്ട് പറയുന്നത്. വ്രതമനുഷ്ഠിച്ച് ശബരിമല അയ്യനെ കാണാൻ വേണ്ടി നെയ്ത്തേങ്ങ നിറച്ച് വരുന്നവർക്ക് ആ ദർശന സൗഭാഗ്യം ലഭിക്കാതെ തിരിച്ചു പോകേണ്ടി വരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഇനി ശബരിമലയിലേക്ക് ഇല്ല എന്ന്. അപ്പൊ എന്താണ് അവരെ സംബന്ധിച്ചോളം, ഈ പാർട്ടിയെ സംബന്ധിച്ചോളം, സർക്കാരിനെ സംബന്ധിച്ചോളം, സർക്കാരിന്റെ ദേവസ്വം സംബന്ധിച്ചോളം അവരുടെ അജണ്ട കൃത്യമാണ്. ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തരെ അകറ്റുക, ശബരിമലയിൽ ഭക്തർ വരാതാക്കുക, ശബരിമലയുടെ ചൈതന്യം ഇല്ലാതാക്കുക. ഈ കൃത്യമായ അജണ്ടയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മളെന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ഇപ്പൊ ഹൈക്കോടതി വളരെ രീതിയിൽ ഇടപെട്ടിരിക്കുന്നു. ഹൈക്കോടതി ഇടപെട്ടുണ്ടല്ലേ ഇപ്പൊ പറഞ്ഞ് വലിയ കാട്ടു കള്ളന്മാർ വരെ ഇന്നിപ്പം റിമാൻഡിൽ കിടക്കുന്നത്. ദേവസ്വം ബോർഡിനെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്നൊരു വ്യക്തിയാണ് വാസു, ഇന്നിപ്പോ അത് റിമാൻഡിലാണ്. അപ്പൊ ഇത് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടോ ഭഗവാനോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ശബരിമലയെ രക്ഷിക്കാൻ വേണ്ടി അല്ലല്ലോ ഇവരാരും കയറുന്നത്. എങ്ങനെയെങ്കിലും കട്ടുമുടിക്കുക, പണമായാലും സ്വർണമായാലും എന്തായാലും കട്ടുമുടിക്കുക. ഭക്തർക്ക് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമോ അതെല്ലാം ഉണ്ടാക്കുക. കുടിവെള്ളമില്ല. ഇന്നലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കുടിവെള്ളം കിട്ടാതെ കരയുന്നു. ഈ അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയകുമാറാണ് ഇപ്പം ശബരിമലയിൽ, അതായത് തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നാണ്? ഈ നവംബർ 14 തീയതിയാണ്. 17 തീർത്ഥാടനം തുടങ്ങുകയാണ്. 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കാലങ്ങളായിട്ട് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മേൽശാന്തി നിയമനം എന്താണ്? വൃശ്ചിക 1 തീയതിയാണ് പുതിയ മേൽശാന്തി വരുന്നത്. അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ശബരിമലയെ പൂജയ്ക്ക് വരുന്നത്. എന്താണ് അവിടുത്തെ ക്രമങ്ങളെന്നോ അവിടുത്തെ പൂജാ വിധികളെന്നോ പോലും കൃത്യമായി അറിയില്ല. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആൾക്കാര് കൂടെ കൂടും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ചില ആൾക്കാർ കൂടെ കൂടും. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവരുടെ മുന്നിൽ വെറും ഒരു പാവയായി മാറും മേൽശാന്തി. അപ്പൊ ഇത് പലപ്പോഴും വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിട്ടുണ്ട്. മേൽശാന്തി തെരഞ്ഞെടുപ്പ് തന്ത്രി മാറുന്നതനുസരിച്ച് ചിങ്ങ 1 തീയതി തന്നെ മേൽശാന്തി മാറണം. അപ്പൊ 2 മാസം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ദേവസ്വം ബോർഡിന്റെ വലിയ അനാസ്ഥയാണ് ശബരിമലയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം ഇത് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ കോപം, അത് വിശ്വ ഹിന്ദു പരിഷത്തും ഞാനും പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ദേവപ്രശ്നം നടത്തണം. ഭഗവാൻ എന്തെങ്കിലും അഹിതം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതൊന്നും ചെയ്യാതെ മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്നതോറും എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? വളരെ പരിതാപകരമാവും, ഒരു സംശയവും വേണ്ട. അതുപോലെ ആഹാരം കിട്ടുന്നില്ല. അവിടുത്തെ ഹോട്ടലുകൾ ആൾക്കാർ കൊള്ളയടിക്കുകയാണ്. അവിടെ നിലയ്ക്കലായാലും ശരി, അല്ലെങ്കിൽ എരുമേലിയിലായാലും ശരി, പമ്പയിലായാലും ശരി, ഈ പറഞ്ഞ കച്ചവടം ചെയ്യുന്ന എല്ലാവരും. അപ്പൊ അയ്യപ്പ വിശ്വാസികളല്ലാത്ത ആൾക്കാരാണ് മൊത്തം അവിടെ കച്ചവട സ്ഥാപനങ്ങൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അവർക്ക് ഭക്തരോട് എന്ത് താല്പര്യം? അവർക്ക് ആ ഭക്തരുടെ വ്രതത്തോട് എന്ത് താല്പര്യം? മാത്രമല്ല, ഇപ്പോൾ എരുമേലിയിൽ ഞാൻ 2 ദിവസം മുമ്പ് എരുമേലി പോയപ്പോൾ കണ്ടൊരു കാഴ്ച ദയനീയമാണ്. എരുമേലിയിലെ പാത, ഭഗവാൻ അയ്യപ്പന്മാർ പോകുന്ന പാതയിൽ മൊത്തം പുതിയ പെൺകുട്ടികളെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ പെൺകുട്ടികളെ. ഞാൻ ചോദിക്കട്ടെ, വ്രതമനുഷ്ഠിച്ച് സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെ പോലും കാണാതെ മാറി താമസിച്ച് വ്രതശുദ്ധിയോടെ വരുന്നവരെ നിയന്ത്രിക്കാൻ, അവരെ അങ്ങോട്ട് പിടിച്ചു തള്ളുന്നു, അവരെ തടഞ്ഞു നിർത്തുന്നു. ഈ രീതിയിലെല്ലാം ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആചാര ലംഘനം തന്നെയല്ലേ? ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായി ദേവസ്വം ബോർഡിനെ കൊണ്ട് സർക്കാർ നടപ്പാക്കുകയാണ്. കാര്യം ഇതെന്തുകൊണ്ടാണ്? ശബരിമലയെ നശിപ്പിക്കണം, ശബരിമലയിലെ ആചാരങ്ങൾ ഇല്ലാതാക്കണം, അവിടുത്തെ അനുഷ്ഠാനങ്ങളെ നശിപ്പിക്കണം. അതാണ് ഉദ്ദേശം. അവിടെ അവർക്ക് താല്പര്യം എന്താ? പൈസ. ഈ ഒരു ചിന്തയല്ലേ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉള്ളൂ. പൈസ കൊണ്ട് ആൾക്കാർ ഇടുക, പൈസ എടുത്ത് പോക്കറ്റ് ഇടുക.
ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇരുന്ന പൈസയ്ക്ക് എവിടെയെങ്കിലും കൃത്യമായ കണക്കുണ്ടോ? എത്ര രൂപ അവിടെ നിന്ന് അടിച്ചു മാറ്റപ്പെടുന്നു? അവിടെ ഈ പറഞ്ഞ പണ്ടാരത്തിൽ പൈസ മാത്രമല്ല, ചിലർ സ്വർണ്ണം ഇടും, ചിലർ വെള്ളിയിടും, പല കാര്യങ്ങളിടും. ഇതെല്ലാം പലരുടെയും പോക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും വാതിലിലും കട്ടളയിലും സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റാൻ മടിക്കാത്തവർ കാണിക്ക വരുന്ന കിട്ടുന്ന പൈസയും അവിടെ വരുന്ന സ്വർണവും അടിച്ചു മാറ്റാതിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊന്നും ഒരു കൃത്യമായ കണക്കില്ല. എത്ര കാലമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് അവിടെ എന്താണ് വരുമാനം, എങ്ങനെ ചെലവാകുന്നു? പലപ്പോഴും ഈ മന്ത്രിമാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും പറയുമല്ലോ, അവിടെ വരുന്ന പൈസ എത്രയും ഭക്തർക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത്. ഒരു പൈസയെങ്കിലും ഭക്തർക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ടോ? ഇവിടെ ഒരു വലിയ തട്ടിപ്പ് സംഗമം നടത്തിയല്ലോ പമ്പയിൽ, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നോക്കിയിട്ട്. ആ വികസനത്തിന് വേണ്ടി നടത്തിയ അവർ തൊട്ടു വരാൻ പോകുന്ന മണ്ഡലകാലത്ത് എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത്? എന്ത് സൗകര്യമാണ് അയ്യപ്പന്മാർക്ക് അവിടെ ചെയ്തിട്ടുള്ളത്? യാതൊന്നുമില്ല. വളരെ ക്രൂരതയാണ് അയ്യപ്പന്മാരോടും ഭഗവാനോടും ചെയ്യുന്നത്. ഇതിനവർ എണ്ണി കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജയകുമാർ സാറായാലും ശരി, ആരായാലും ശരി, ഇതിന് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ കോപത്തിന് പാത്രമാവും. തീർച്ചയായിട്ടും അതിനുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാവും. അതിനാണ് പറഞ്ഞ ഈ വാസു എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് കാണിച്ചത്? ശബരിമല അയ്യപ്പൻ ഏറ്റവും ദ്രോഹം ചെയ്തിട്ടുള്ള ഒരാളാണ് വാസു. അദ്ദേഹമാണ് ന്യൂഡൽഹിയിൽ പോയി യുവതി പ്രവേശനം വേണമെന്ന് അഫിഡവിറ്റ് കൊടുത്ത ആള്. രാത്രിയുടെ മറവിൽ യുവതികളെ കയറ്റാൻ കൂട്ടുപിടിച്ച ആളാണ് വാസു. ആ വാസുവാണ് റിമാൻഡിനകത്ത് കിടക്കുന്നത്. 2 പ്രാവശ്യം ദേവസ്വം ബോർഡ് കമ്മീഷണറും 1 പ്രാവശ്യം പ്രസിഡന്റുമായിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് ഭഗവാന്റെ കളിയാണ്. ഭഗവാൻ കൃത്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഭഗവാൻ ഓരോ അജണ്ടയായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തിക്ത അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പാവപ്പെട്ട അയ്യപ്പ ഭക്തരും പോലും അതിനകത്ത് പെട്ടുപോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ്. ഇത് ഇങ്ങനെ വരുമ്പോൾ, ഇത്ര ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും അയ്യപ്പന്മാർ തിരിച്ച് ശബരിമലയിൽ വരാൻ മടിക്കും. അത് തന്നെയാണ് ഇവരുടെ ആവശ്യവും. അപ്പൊ ഇതിന് ഭക്തജനങ്ങൾ ഒന്നിച്ചിടപെടണം. അവിടെ കൊണ്ട് പൈസ തള്ളാതിരിക്കുക. പൈസ കിട്ടുന്നതുകൊണ്ടാണല്ലോ ഇവർ അവിടെ നിന്ന് പോകാത്തത്. പൈസ ഇല്ലാതായി കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളും. അതുപോലെ പോലീസുകാർ കൃത്യമായിട്ട് അയ്യപ്പ വിശ്വാസികളായ പോലീസുകാരെ മാത്രമേ നിയമിക്കാവൂ. അങ്ങനെ ആയിരുന്നു പണ്ടവിടെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ ഈ പാർട്ടിക്കാര് അവിടെ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവിടുത്തെ പോലീസ് ക്യാമ്പുകളിൽ പോലും നോൺ വെജ് പോലും ആഹാരം കഴിക്കുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അത് എനിക്ക് കൃത്യമായ രേഖകളൊന്നുമില്ല, പക്ഷെ അവിടെ ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. ആ രീതിയിലാണ് പോലീസുകാർ അവിടെ നിൽക്കുന്നത്. അതുപോലെ മറ്റ് പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. മദ്യപാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും. അത് തന്നെയാണ് ശ്രീ വിജി തമ്പി. അതായത് ആചാര ലംഘനം തുടർച്ചയായി നടത്തുകയാണ്. ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭരണകൂടത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും പോലെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്.